നമ്മൾ ഇന്ന് ഗൾഫ് ലൈഫ് ആരംഭിക്കുമ്പോൾ ആദ്യം നമ്മൾ സൗദിയിലേക്ക് ഒന്ന് യാത്ര ചെയ്യുകയാണ്. അതെന്തിനാണെന്നല്ലേ, സൗദിയിൽ മദീനയിലെ പ്രവാചക പള്ളിയിൽ സേവനം ചെയ്യുന്നവരുടെ എണ്ണം 16,000 കവിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. പ്രാർത്ഥനയ്ക്കും സന്ദർശനത്തിനുമായി എത്തുന്ന വിശ്വാസികൾക്കാണ് ഇവരുടെ സേവനം. സ്ത്രീകളും പുരുഷന്മാരും മുഴുവൻ സമയം സേവനത്തിലുണ്ട്. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ എത്തുന്ന വിശ്വാസികളുടെ വിവിധ സേവനങ്ങൾക്കായി 16,171 പേരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 176 സംഘങ്ങളായി 24 മണിക്കൂറും പ്രവാചക പള്ളിയിൽ സേവനത്തിലുണ്ട്. സേവനങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുക, വൈദ്യസഹായം, തിരക്ക് നിയന്ത്രിക്കുക, പ്രായമായവരെ സഹായിക്കുക തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ റമദാൻ, ഹജ്ജ് ദിനങ്ങളിൽ പ്രത്യേക സേവകരും എത്തും. പ്രവാചകന്റെ കബറിടമായ റൗള ഷരീഫിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സമയമുണ്ട്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകരും സേവനത്തിലുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് റൗള സന്ദർശിക്കാൻ വിശ്വാസികൾക്ക് അവസരമുള്ളത്. ഈ വർഷം 10 ദശലക്ഷം വിശ്വാസികൾ മദീനയിൽ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26% വർധനവാണ് ഉണ്ടായത്. ശീതകാല അവധി പ്രമാണിച്ച് ഇരു ഹറമുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാബിത് സലീം,